ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലാണ് സംസ്ഥാനം. വീടുകൾ കയറിയും പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കുമ്പോൾ വോട്ടിംഗ് സ്ലിപ്പുകളുടെ വിതരണത്തിലാണ് പ്രവർത്തകർ. അടിയൊഴുക്കുകൾ തടയാനുള്ള അവസാന നീക്കം മുന്നണികളും നടത്തുന്നു. തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം പുരോഗമിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എവിടെ എത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ഈ കാര്യങ്ങളൊക്കെ തന്നെയും അന്തിമമായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്? നികേഷ് കുമാർ, സ്ഥാനാർത്ഥികളും അതോടൊപ്പം നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ നിശബ്ദ പ്രചരണ ദിനത്തിൽ വോട്ട് തേടി അവസാന ഘട്ടത്തിലും വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ്. അതേസമയം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് മറുഭാഗത്ത് നടക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ തന്നെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മഹാരാജാസ് കോളേജിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലാണ്. ഇവിടെ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡല പരിധിയിൽപ്പെട്ട പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് ഇവിടെ വിതരണം ചെയ്തത്. രാവിലെ 8 മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് വൈകുകയായിരുന്നു. എന്തായാലും 10 മണിയോടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 1130 പോളിംഗ് സ്റ്റേഷനുകളാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. 1198 പോളിംഗ് സ്റ്റേഷനുകൾ ചാലക്കുടി മണ്ഡലത്തിലുമുണ്ട്. നേരത്തെ തന്നെ കമ്മീഷനിങ് പൂർത്തിയാക്കിയ പോളിംഗ് മെഷീനുകളും അതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികളും ഒക്കെ തന്നെ നേരത്തെ തന്നെ നിരവധി വിവിധ നിയോജക മണ്ഡലങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇവിടെ നിന്നിപ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഈ പോളിംഗ് സാമഗ്രികൾ വാങ്ങുകയാണ്. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങളിലായിരിക്കും ഇവർ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും പോവുക. വൈകിട്ടോടുകൂടി ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകും. ഈ മേഖലയിൽ എറണാകുളം ചാലക്കുടി മണ്ഡലത്തിൽ പ്രശ്നവാദ ബൂത്തുകളുടെ എണ്ണം കുറവാണ്. അത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ എന്തായാലും ഇല്ല. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കൃത്യമായി ഈ പോളിംഗ് സാമഗ്രികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഈ പോളിംഗ് സാമഗ്രികളുമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്ന തിരക്കിലാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ 8 മണിക്കും മറ്റും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഈ വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. നികേഷ് കുമാർ, ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു. വിവിധ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി അവരവരുടെ ബൂത്തുകളിലേക്ക് പോവുകയാണ്. ആദിൽ പാലോട്, ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ നിന്ന്. ആറ്റിങ്ങൽ, എങ്ങനെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നത്? പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ തുടങ്ങിയിട്ടുണ്ട്. ചിറയൻകീഴ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ കേന്ദ്രങ്ങൾ നേരത്തെ ക്രമീകരിച്ചിരുന്നു. അവിടെ നിന്നുള്ള വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേഷനറി സാധനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ 2-3 യൂണിറ്റുകളായി വിതരണം ചെയ്യുകയാണ്. ഇവിടെ സ്റ്റേഷനറി വിതരണങ്ങളുടെ വിതരണ ഡെസ്കിന് സമീപമാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിന് ശേഷമാണ് വോട്ടേഴ്സ് ലിസ്റ്റ് അടക്കമുള്ള രേഖകൾ അടങ്ങിയ ഒരു കവർ ഈ ഉദ്യോഗസ്ഥർക്ക്, പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകുക. അതിനുശേഷം EVM യൂണിറ്റും നൽകും എന്നുള്ളതാണ്. സ്ട്രോങ് റൂമിലേക്ക് പോയി അവിടെ നിന്ന് EVM മെഷീനും നൽകും. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളാണ്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ആകെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഈ ഒരു 10 മിനിറ്റിന് മുൻപാണ് വിതരണം പൂർണ്ണമായി തുടങ്ങിയത്. സ്ട്രോങ് റൂമിൽ നിന്ന് EVM യൂണിറ്റുകൾ, ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും പിന്നീട് VVPATും നൽകി തുടങ്ങിയത് അല്പം മിനിറ്റുകൾക്ക് മുൻപാണ്. അതുവരെ കൂടുതൽ പരിശോധനകളും മറ്റുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ തന്നെ ഈ 695 വാഹനങ്ങൾ ഇവർക്ക് പോകാൻ വേണ്ടി, പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോകാൻ വേണ്ടിയുള്ള വാഹനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നിന്ന് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയാൽ ഉദ്യോഗസ്ഥർ അവിടെ എന്തൊക്കെയുണ്ട്, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അവിടെ നിന്നും പരിശോധിക്കണം എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും കുറവുണ്ടോ എന്ന കാര്യം ഇവിടെ നിന്ന് തന്നെ പരിശോധിച്ചുറപ്പിച്ച് വേണം തിരികെ പോകാൻ എന്നതാണ് നിർദ്ദേശം. അങ്ങനെ ഇവിടെ പരിശോധന നടക്കുന്നതും കാണാം. സാറേ, ഏതാ പോളിംഗ് സ്റ്റേഷൻ? ഞങ്ങൾ 31. ഞങ്ങളുടെ വന്നിട്ട് കീഴാറ്റിങ്ങൽ. അതെ, കീഴാറ്റിങ്ങൽ. ഇപ്പോൾ നമുക്ക് തന്ന ഈ സ്റ്റേഷനറി സാധനങ്ങൾ, ചെക്ക് ലിസ്റ്റും ഒക്കെ എല്ലാം ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെയാണ് നിർദ്ദേശം. അതെ, EVM യൂണിറ്റ് വാങ്ങാനായിട്ട് കോളേജിന്റെ പുറകുവശത്ത് പോകണം. അത് കഴിഞ്ഞ് EVM യൂണിറ്റ് വാങ്ങിയാൽ പിന്നീട് അവർക്ക് തന്നെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ റൂട്ട് ഓഫീസറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റൂട്ട് ഓഫീസർ നിർദ്ദേശാനുസരണം ഞങ്ങൾ റൂട്ടിലോട്ട് പോകേണ്ടതാണ്.
അങ്ങനെയാണ് ഇവിടെ 695 വാഹനങ്ങൾ ഇതിനുവേണ്ടി മാത്രം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് വാഹനങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ വോട്ടിങ്ങിനെ ബാലറ്റ് യൂണിറ്റിനെയൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള കാർഡും നൽകുന്നത്, ബോർഡും നൽകുന്നത് എന്നുള്ളതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങൾ, അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ ആറ്റിങ്ങൽ കോളേജിൽ നടക്കുന്നത്. ആറ്റിങ്ങൽ കോളേജിൽ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. EVM യൂണിറ്റുകളുടെ വിതരണം മിനിറ്റുകൾക്ക് മുൻപാണ് തുടങ്ങിയത്. അതും ഉദ്യോഗസ്ഥർ വാങ്ങി അവരവരുടെ വാഹനങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയും ദൃശ്യങ്ങളുമാണ് ഇവിടെ നിന്ന് കാണാനാകുന്നത്. അതിൽ പാലോടാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ഹാളിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിനോജ് തോമസ് ഉണ്ട് കോഴിക്കോട് സൗത്ത് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന്. സിനോജ്, കോഴിക്കോട് എങ്ങനെ പുരോഗമിക്കുന്നു കാര്യങ്ങൾ? നികേഷ് കുമാർ, കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളാണുള്ളത്. 13 കേന്ദ്രങ്ങളിലായി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുകയാണ്. ഓരോ കേന്ദ്രത്തിലും ഇതുപോലുള്ള കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ കോളേജിലെ വിതരണ കേന്ദ്രത്തിലാണ്. ഇങ്ങനെ ഇവിടെ 16 കേന്ദ്രങ്ങളുണ്ട്. ഓരോ കേന്ദ്രത്തിലും 9 പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആദ്യഘട്ടത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ, ഒരു ബൂത്തിലേക്ക് 4 ഉദ്യോഗസ്ഥരാണുള്ളത്. ഉദ്യോഗസ്ഥർ ഇവിടെ ഇരുന്ന് ലഭിച്ച സാധനങ്ങൾ പരിശോധിക്കുകയാണ്. അതിനകത്ത് 15 ഐറ്റമാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സ്റ്റേഷനറി ഐറ്റംസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. ഒപ്പം തന്നെ കവറുകൾ തന്നെ 25-ലധികം കവറുകളുണ്ട്. ഓരോ കവറുകളും പരിശോധിക്കണം. സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിൽ 15-ലധികം പേനയും ഉൾപ്പെടെയുള്ള പേനയും പേപ്പറൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള മെഴുകുതിരി ഉൾപ്പെടെയുള്ള തീപ്പെട്ടി ഉൾപ്പെടെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ തന്നെ പരിശോധിക്കുന്നു. 2 തരത്തിലുള്ള സീലുണ്ട്, 2 കുപ്പി മഷിയുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട്, ഒപ്പം തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഉള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതൊക്കെ തന്നെ പരിശോധിച്ച് അതിനുശേഷം മാത്രമാണ് വീണ്ടും ഈ കൗണ്ടറിൽ വന്ന് അവർ വോട്ടിംഗ് യന്ത്രവും VVPAറ്റും കൺട്രോൾ യൂണിറ്റൊക്കെ വാങ്ങണം. അതിനുശേഷമാണ് ബസ്സിലേക്ക്, പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലേക്ക് പോകുന്നത്. അവിടെ റൂട്ട് ഓഫീസറുണ്ട്, അവരെ ഓരോ ബൂത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ 7 വിതരണ കേന്ദ്രങ്ങളും, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയിൽ 5 വിതരണ കേന്ദ്രങ്ങളും, വയനാടിന്റെ ഭാഗമായ തിരുവമ്പാടി മണ്ഡലത്തിൽ ഒരു വിതരണ കേന്ദ്രമാണ് ഉള്ളത്. അങ്ങനെ 13 ഇടങ്ങളിലാണ് ഈ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, ചെക്ക് ലിസ്റ്റ്, ആ മഞ്ഞ പേപ്പറാണ് ചെക്ക് ലിസ്റ്റ്. അത് നോക്കി ഓരോ സാധനം തീപ്പെട്ടി പോലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ്. വളരെ ദൂരദേശത്തുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടാകും. ഇത് നഗരപ്രദേശത്തെ സൗത്ത് മണ്ഡലമാണ്. മലയോര മേഖലയൊക്കെ തന്നെ ദൂരപ്രദേശത്തേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാറേ, ഏത് ബൂത്താണ്? 3-ാമത്തെ ബൂത്ത്. 3. എവിടെ സ്ഥലം ഏതാ? ബൈരായിക്കുളം. അവിടെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കണോ? എല്ലാ സാധനങ്ങളും നോക്കണം. ഓരോ മൈന്യൂട്ട് സാധനങ്ങളും പരിശോധിക്കും. എല്ലാ പരിശോധിക്കുന്നുണ്ട്. അത് മെഴുകുതിരി ഉൾപ്പെടെ, തീപ്പെട്ടി മെഴുകുതിരി, അത് ഈ വോട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സീൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഒരു കിറ്റായിട്ടാണ് ഇവർക്ക് നൽകുന്നത്. ഇവർ ഈ 4 ഉദ്യോഗസ്ഥരെ അനുഗമിച്ചുകൊണ്ട് ഒരു റൂട്ട് ഓഫീസറുണ്ട്. ആ റൂട്ട് ഓഫീസറാണ് ഈ വാഹനങ്ങളിൽ, ബസ് ഉൾപ്പെടെയുള്ള വാഹന സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറിയാണ് ഇവർ ഈ ബൂത്തിൽ ചെല്ലുന്നത്. ബൂത്തിൽ ചെന്ന ശേഷം ഇന്ന് തന്നെ പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിക്കും, അവിടെ തന്നെ തങ്ങുകയാണ് ചെയ്യുന്നത്. നാളെ ഈ വോട്ടെടുപ്പിന് ശേഷം ഇതേ കൗണ്ടറിൽ തന്നെയാണ് ഈ വോട്ടിംഗ് യന്ത്രം തിരികെ ഏൽപ്പിക്കേണ്ടത്. അങ്ങനെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇവിടെ രാവിലെ 8 മണി മുതൽ തന്നെ ഉദ്യോഗസ്ഥർ, ഓരോ ബൂത്തിലേക്കുള്ള ഉദ്യോഗസ്ഥർ എത്തി പോളിംഗ് സ്റ്റേഷനിലുള്ള സാധനങ്ങൾ വാങ്ങുകയാണ്. ഈ സാധനങ്ങൾ വാങ്ങി ഇനി ബൂത്തിൽ ചെന്ന് ബൂത്ത് സന്ധ്യാതിനു മുമ്പ് ബൂത്ത് സജ്ജീകരിക്കേണ്ട ചുമതല കൂടി ഈ ഉദ്യോഗസ്ഥർക്ക് ഇന്നുണ്ട്. നികേഷ് കുമാർ. സിനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്നും പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു, മൈലപ്ര മൗണ്ട് ബഥനി സ്കൂളിൽ നിന്നും. പ്രവീൺ, പോളിംഗ് സാമഗ്രികൾ വളരെ സൂക്ഷ്മമായി ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങുന്നു, അത് എല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ അവർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും VVPAT ഘടിപ്പിക്കാനുള്ള എല്ലാം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. എങ്ങനെയാണ് പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നത്? നികേഷ്, പത്തനംതിട്ടയിൽ രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് എത്തി. പത്തനംതിട്ടയിൽ അത് മൈലപ്ര മൗണ്ട് ബഥനി സ്കൂളിലാണ് ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവരവർക്കുള്ള ഈ പോളിംഗ് സാമഗ്രികളെല്ലാം ഏറ്റുവാങ്ങി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വാഹനങ്ങളിൽ ഓരോ ഇടങ്ങളിലേക്ക് അവരെ വിന്യസിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ എല്ലായിടത്തും എത്തുമെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോളിംഗ് സാമഗ്രികളും അതാത് ബൂത്തുകളിലേക്ക് പോകുന്ന ആ ഒരു പ്രക്രിയ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നികേഷ്.